ഇത്തരത്തിലുള്ള ആശയം നമുക്ക് സമൂഹത്തോട് പല രീതിയിൽ പങ്കുവെക്കാമല്ലേ? അത്തരത്തിൽ നടന്ന് തന്റെ ഉള്ളിലുള്ള ആശയം പങ്കുവച്ച ഒരു മനുഷ്യനെയാണ് നമ്മൾ ഇനി പരിചയപ്പെടാൻ പോകുന്നത്. അധ്യാപകനായ അഭിലാഷ് പുത്തഞ്ചേരിയുടെ വിശേഷങ്ങൾ ഒന്ന് കണ്ടുവരാം. ഒരാശയം നടപ്പിലാക്കാൻ ഒരു മനുഷ്യൻ നടന്നു തീർത്ത വഴികളെക്കുറിച്ച് ഇന്ന് പറയാം. ജീവിതത്തിലേക്ക് ഒരു നടത്തം എന്ന സന്ദേശവുമായി കാൽനടയാത്ര നടത്തിയ കോഴിക്കോട് പുത്തഞ്ചേരി സ്വദേശിയായ അധ്യാപകൻ അഭിലാഷ് പുത്തഞ്ചേരി നടന്ന് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് വരെയാണ് എത്തിയത്. സീറോ കാർബൺ സീറോ കലാമിറ്റി എന്ന സന്ദേശവുമായി ശ്രീലങ്ക മുഴുവൻ സൈക്കിളിൽ പര്യടനം നടത്തി നാട്ടിൽ തിരിച്ചെത്തിയ ശേഷമാണ് ജീവിതശൈലി രോഗങ്ങൾക്ക് നടത്തം പരിഹാരമാണെന്ന സന്ദേശം പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ കാൽനട പര്യടനം ഇദ്ദേഹം ആരംഭിച്ചത്. നടത്തത്തിനിടെ കണ്ടുമുട്ടുന്നവരുമായി തന്റെ ആശയം പങ്കുവെക്കുകയും സ്കൂളുകളിലും കോളേജുകളിലും വായനശാലകളിലും ക്ലാസുകൾ എടുത്തു നൽകുകയും ചെയ്തു. അഭിലാഷ് തന്റെ സ്വന്തം നാടിനടുത്തുള്ള മുടക്കല്ലൂരിൽ നിന്നാണ് ഈ യാത്ര ആരംഭിച്ചത്. ഏതെങ്കിലുമൊക്കെ വായനശാലകളിലോ സുഹൃത്തുക്കളുടെ വീടുകളിലോ അമ്പലങ്ങളിലോ പള്ളികളിലോ പെട്രോൾ പമ്പുകളുടെ സമീപത്തോ മറ്റോ ടെന്റടിച്ചാണ് ഈ യാത്രയിൽ രാത്രികാലങ്ങൾ ചെലവിടുന്നത്. അങ്ങനെ നന്മയുടെ സന്ദേശം പകർന്ന് അഭിലാഷ് യാത്ര തുടരുകയാണ്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ഇന്ദുലേഖ രേണു ചേരുന്നുണ്ട് തത്സമയം. ഇന്ദു, ഇന്നത്തെ ഒരു കാലത്ത് അങ്ങനെ വ്യായാമം ചെയ്യാനൊന്നും ആളുകൾക്ക് സമയമില്ല. അതുകൊണ്ട് തന്നെ ജീവിതശൈലി രോഗങ്ങൾ വലിയ രീതിയിൽ ആളുകൾ പിടിമുറുക്കുന്നുണ്ട് താനും. അപ്പൊ അവർക്കൊക്കെ വലിയൊരു സന്ദേശം പകർന്നുകൊണ്ടാണ് അധ്യാപകനായ അഭിലാഷിന്റെ യാത്ര. എന്തായാലും മഹത്തായ ഒരു ആശയം തന്നെയല്ലേ? കോഴിക്കോട് പുത്തഞ്ചേരി സ്വദേശിയാണ് 44-കാരനായിട്ടുള്ള അഭിലാഷ്. അദ്ദേഹം ഒരു അധ്യാപകൻ കൂടിയാണ്. എത്ര വലിയ ആശയങ്ങളാണല്ലേ അദ്ദേഹം പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് ചുറ്റും ഇതുപോലെ ഒരുപാട് ആളുകളുണ്ടല്ലേ, പല തരത്തിലുള്ള ആശയങ്ങൾ പല രീതിയിലൂടെ നമ്മളിലേക്കൊക്കെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. അവർ ചുറ്റുമുള്ളവരുടെ ആ ഒരു ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി ചെയ്യുന്നതൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഈ ബൈക്ക് റാലി നടത്തുക, അല്ലെങ്കിൽ ബൈക്കിൽ വലിയൊരു യാത്ര പോവുക, കന്യാകുമാരി ടു കാസർഗോഡ്, അല്ലെങ്കിൽ അങ്ങ് കാശ്മീരിലേക്ക്. അതുപോലെ തന്നെ സൈക്കിൾ റാലി നടത്തുന്നവരുണ്ട്. പല തരത്തിൽ പല രീതികളിൽ വെറൈറ്റി ആയിട്ട് നടത്തുന്നവരുണ്ട്. അത്തരത്തിലൊരാളാണ് അഭിലാഷും. അദ്ദേഹം ശ്രീലങ്കയിൽ പോയി ഏറ്റവും ലാസ്റ്റായിട്ട് ചെയ്ത കാര്യമെന്ന് പറഞ്ഞാൽ സീറോ കാർബൺ സീറോ കലാമിറ്റി എന്നൊരാശയം മുൻനിർത്തി ആ ഒരു ഐഡിയ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഒരു സൈക്കിൾ റാലി നടത്തുന്ന അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ ഇപ്പോൾ കണ്ടു. ഈ ഒരു നടത്തം അദ്ദേഹം പ്ലാൻ ചെയ്തതെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ നാടിന് തൊട്ടടുത്തു നിന്നുള്ള സ്ഥലത്ത് നിന്ന് ഇങ്ങ് തിരുവനന്തപുരം വരെ എത്തി ഒരു വലിയ ആശയമാണ് അദ്ദേഹം ലോകത്തോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇത് ജീവിതശൈലി രോഗങ്ങളെ ഒരു പരിധി വരെ നമ്മിൽ നിന്ന് അകറ്റി നിർത്താനായിട്ട് നടത്തത്തിന് സാധിക്കും. അത് നമുക്കൊക്കെ അറിയുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമ്മളതൊന്നും അത്ര കാര്യമാക്കാത്തൊരു കാര്യമല്ല. നമ്മൾ ഒരുപാട് പൈസയൊക്കെ മുടക്കി ജിമ്മിലൊക്കെ പോയി ഡെയിലി എക്സസൈസ്, അത് മോശമാണെന്നല്ല കേട്ടോ പറയുന്നത്, നല്ലൊരു കാര്യമാണ്. പക്ഷേ അതല്ലാതെ ഇപ്പം നമുക്ക് വീട്ടിൽ ജിമ്മിലൊക്കെ പോകാൻ തിരക്കുള്ളവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത്രത്തോളം പണം ചിലവാക്കാനില്ലാത്തവരാണെങ്കിൽ, അല്ലെങ്കിൽ നന്നേ പ്രായമുള്ളവരാണെങ്കിലൊക്കെ രാവിലത്തെയോ അല്ലെങ്കിൽ വൈകുന്നേരത്തെയോ ഒക്കെ നടത്തം ആരോഗ്യത്തിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ്. കൊച്ചു കൊച്ചു രോഗങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ, ചിലത് ഈ നടത്തം കൊണ്ട് മാറാവുന്ന രോഗങ്ങൾ ഒരുപാടുണ്ടാവും നമ്മുടെ ലൈഫിൽ, അതൊക്കെ അങ്ങ് മാറിക്കിട്ടും. എന്തായാലും പുതിയ ജീവിതത്തിലേക്ക് ഒരു നല്ല നടത്തം എന്നുള്ള സന്ദേശം തന്നെയാണ്. മഹത്തായ ഒരു ആശയമാണ്.